പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ എഴുതുന്ന ശ്രദ്ധയോടെ കേൾക്കുവേൻ. ദൈവം അധ്യായം 27 വാക്യങ്ങൾ 12 മുതൽ 22 വരെ. അനന്തരം കർത്താവ് മോശെയോട് അരുളിച്ചെയ്തു, അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹരോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരിബ ജലാശയത്തിനടുപ്പിച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു. ജനം ഇടയില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിന്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈ വയ്ക്കുക. പുരോഹിതനായ എലിയാസറിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ നിർത്തി അവർ കാണുകെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലിയാസറിന്റെ മുമ്പിൽ നിൽക്കണം. എലിയാസർ അവനു വേണ്ടി ഉറിയും വഴി കർത്താവിന്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് പറയുന്നത്. കാരണം കർത്താവ് കൈനീട്ടി എന്നെ അകത്തിൽ സ്പർശിച്ചുകൊണ്ട് വേണ്ടി ചെയ്തു. ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതു വരുത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെ രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
എൻ്റെ സഹോദരരെ, എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലുള്ള വായന. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നതുപോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അനുഭവിക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുവാനാണ്. നമ്മെ
ഇവനിങ്ങനെ വഴുതു. പിന്നെ ഒരിക്കലും കൂടിയേ അവശേഷിക്കുന്നുള്ളൂ ഈ തലമുറയിൽ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ഇവനെ മൈക്കിനോട് പറഞ്ഞു, മൈക്കിന് എൻ്റെ കാലശേഷം നിനക്ക് നിനക്കായില്ല എന്ന് ഞാൻ അങ്ങനെ വെറുതെ തമാശ വേണം 9ാം ക്ലാസ്സിൽ 10ൽ പഠിക്കുന്ന മൈക്കിനോട് പറഞ്ഞു. പിറ്റേ വർഷം SSLC പരീക്ഷയെല്ലാം കഴിഞ്ഞ ഒരു സമയത്ത് ഞാൻ ഈ സിസ്റ്റേഴ്സിൻ്റെ ഒരു വളരെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഒരു 7:30 സമയത്ത് പെട്ടെന്ന് ഒരു ജീപ്പ് വന്ന് ആ മഠത്തിന് വിളിച്ചു. എന്നോട് കന്യാസിമാർ പറഞ്ഞു, അച്ഛന് വീട്ടിൽ പോയി ജീപ്പിന് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആരാണ് മരിച്ചു പോയതോട് എന്നെ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ സിസ്റ്റർ കുട്ടികളെയും കൊച്ചുകുട്ടിയച്ഛനും അമ്മായി കുറേ പേരുടെ ജീപ്പിനാണ്. മൈക്കിളിനെ കൂടി വന്നിരിക്കുക, അവന് സെമിനാരിയിൽ ചേരാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മൈൽ സെമിനാരി അതിരമ്പുഴയാണ്. ഞാൻ ഒന്നും മറ്റൊന്നും വിചാരിച്ചില്ല. മൈക്കിളിനെ മൈൽ സെമിനാരിലേക്ക് അവിടെ തന്നെ നേരിട്ട് പറഞ്ഞു. ഒരു 10-12 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഞാൻ ഇന്നും പച്ചയായി എന്നെ സൂക്ഷിച്ചു. അതിനുശേഷം മൈക്കിളിൻ്റെ വളർച്ചയൊക്കെ ഞാൻ സശ്രദ്ധം വീക്ഷിക്കാറുണ്ടായിരുന്നു. മൈക്കിളിൻ്റെ ലേഖനങ്ങളൊക്കെ മാസികകൾ കാണുമ്പോൾ സന്തോഷിക്കാറുണ്ടായിരുന്നു. അത് പുസ്തകവേളയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തി നമ്മളിലേക്ക് കൈയെടുക്കുമ്പോൾ അതിലേറെ സന്തോഷം തോന്നാറ്. ധാരാളം ചിന്തിക്കുകയും ധാരാളം എഴുതുകയും ചെയ്യുന്ന നല്ലൊരു എഴുത്തുകാരൻ്റെ കൂടി മുഖം മൈക്കിളുണ്ട് എന്നാണ് ഇപ്പോൾ സന്തോഷം. അതിലേറെ നല്ലൊരു ദിവികാരനെ പ്രേക്ഷിതൻ്റെ ചിത്രം മൈക്കിളിൻ്റെ മുമ്പിൽ തെരഞ്ഞെടുക്കുന്നത് കാണുന്നത് അതിലേറെ സന്തോഷം. ഇന്ന് ഒരു നവ വൈദികനായ അഭിഷിക്തനായിട്ട് ഈ ദേവാലയത്തിൽ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുകയുള്ളൂ. മൈക്കിളിനോടൊപ്പം എല്ലാവരും, പ്രത്യേകിച്ച് മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ സന്തോഷിക്കുക. ഞാൻ വിചാരിക്കും കൊച്ചുകുട്ടിച്ചൻ്റെ ഭാഗ്യമാണ്. തൻ്റെ 12 മക്കൾക്കും 4 പേരിന് തമ്പുരാൻ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പോഴും അങ്ങനെ നിൽക്കുമ്പോഴും യോഹന്നാനിൻ്റെ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവാക്യം ഇനി നമ്മുടെ ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. അവരിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ പാതയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു തിരുവാക്യം. അത് ഇതിൻ്റെ ചങ്കായി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിന് പൗരോഹിത്യത്തിൻ്റെ ഏതാനും മുഖങ്ങൾ തേടി നിൽക്കുകയും ആവശ്യമായിരിക്കും. അതുകൊണ്ട് ഏതാനും കാര്യങ്ങളൊക്കെ പൗരോഹിത്യത്തെ കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും മൈക്കിളച്ചൻ്റെ കുർബാനയിലേക്ക് പ്രവേശിക്കാം. ദിവികാരുണ്യ മിഷൻ സഭ ഇന്ന് ഏറെ സന്തോഷിക്കുന്ന ഒരു ദിനമാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് ഒരു പുതുവർഷം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവത്തോടൊക്കെ നടത്തുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ ആ സന്തോഷത്തിലാണ് പങ്കുചേരുക. ഒരിക്കലും ഞാൻ ഈ കർണാടകയിൽ പോയപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം കണ്ടു. ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു പെണ്ണിനെയും ഒക്കെ അലങ്കരിച്ച് തലയിലൊക്കെ കുറേ പൂവൊക്കെ കെട്ടിത്തൂക്കി ചൂടി ഇങ്ങനെ ആളുകൾ ചെണ്ടയും കുട്ടി ഇങ്ങനെ വഴിയെ പോകുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ അച്ഛനോട് ചോദിച്ചത് എന്നാ ഈ പരിപാടി ഇങ്ങനെ ഈ രാത്രിയിൽ ഈ വഴിയിൽ ഇങ്ങനെ ഈ പെണ്ണിനെ കൊണ്ട് നടക്കുക. അന്നേരം പറഞ്ഞ് ആ പെണ്ണിൻ്റെ കല്യാണമാണ്. ഇതിന് വലിയ പ്രഖ്യാപനമായിട്ട് മാറുക. കുടുംബക്കാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, ഇടവക്കാരുടെ മുമ്പിൽ മാത്രമല്ല, ലോകത്തോട് മുഴുവൻ ഇന്ന് ഞാൻ സകലവിധമാണെന്ന് പറയാൻ കഴിയില്ല. വലിയൊരു പ്രഖ്യാപനം പോലെ നിൽക്കുന്നു ഇന്നത്തെ കാരണങ്ങൾ. പ്രത്യേകിച്ച് ജനുവരി മാസം ക്രിസ്മസ് കഴിഞ്ഞ ആഘോഷങ്ങളുടെ കാരണം നമുക്കറിയാം. ഇനി പെരുന്നാളിന്റെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പൊ ഇത് ഈ ഒരു ആഘോഷ തിമിർപ്പിന്റെ ഒരു അന്തരീക്ഷവും നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. ഈ ആഘോഷം എന്ന് പറയുന്നത് വലിയ ഒരു അർപ്പണത്തിന്റെ നിറവുന്ന സന്തോഷത്തിന്റെ മേഖലയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ കൊണ്ട് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജീവിതമാണ് ഇത്. സമ്പൂർണമായ ഒരു സമർപ്പണത്തിന്റെ ജീവിതമാണ് നമുക്ക് പറയാൻ പറ്റും. ജനങ്ങളുടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പുരോഹിതൻ എന്ന ആ തിരുവാക്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട പഴയ ജെറമിയായിലെ ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിലെ വായന. അവിടെ ദൈവമാ ഒരു പ്രവാചകനെ നിയോഗിക്കുക, ജനങ്ങളുടെ മധ്യത്തിലേക്ക് അവന്റെ വായിൽ വചനവും വെച്ചുകൊടുത്ത് അയക്കുകയാണ്. നീ പോയി എനിക്ക് പകരക്കാരനായി തീരുക. ദൈവത്തിന്റെ വചനം നാവിൽ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവാചകനെ നമ്മൾ കാണും. ഒരു കണക്കിന് പറഞ്ഞാൽ പുരോഹിതന്റെ ചിത്രം എന്ന് പറയുന്നത് പ്രവാചകന്റെ ചിത്രമാണ്. പുരോഹിതനും ഞങ്ങളൊക്കെ ഏറ്റെടുക്കുക, മൈക്കിളച്ചനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിയുന്നു. അപ്പോൾ ഇവിടെ
അഭിപ്രായ ലേഖനകർത്താവ് പറയുന്ന ഒരു വാക്ക് നമുക്ക് അടർത്തിയിരിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടി എന്ന് പറയുന്ന ഒരു വാക്കുമാണ്. ഈ പൗരോഹിത്യ സമർപ്പണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മേഖലകളിലേക്ക് സമർപ്പണത്തെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ത്യജിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടെത്തുന്ന മറ്റൊരു മൂല്യം, പൗരോഹിത്യത്തിന്റെ മൂല്യം എന്ന് പറഞ്ഞ ത്യാഗമാണ്. ത്യജിക്കാതെ നേടുകയില്ല എന്നുള്ള വലിയ സാമാന്യമാത്രത്തിന് മുമ്പിലിരിക്കെ പൗരോഹിത്യത്തിന്റെ മേഖലയിൽ ഈ ത്യാഗത്തിന്റെ മേഖല വളരെ ശക്തമായി നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെയാണ് സന്യാസത്തിന്റെ മേഖല വിടർന്നു വരിക എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാര്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അധികമായ ജനം മുഴുവനെയും കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവസ്വഭാവജനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവരിക്കൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാചര്യത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ പ്രഭാവം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും തിരഞ്ഞെടുത്ത ജനത്തിൻ്റെയും ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ രോചിതം പേരിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ യഥാർത്ഥാൽ മുദ്രയാക്കുകയും ചെയ്തവർ ഭക്തിയോടും ശുദ്ധിയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ.
ദരിദ്രൻ ഭക്ഷിച്ചു തൃപ്തരാകും.
Thank you.